ഇത് നേരെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നു. ഒരു പണിയും ചെയ്യരുത്. ഞാൻ ഒരു പണിയും ചെയ്യുന്നില്ല അല്ലേ? ചേട്ടാ ആവശ്യമില്ലാതെ എന്നെ സംസാരിക്കാൻ വന്നേക്കരുത്. കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. മൊബൈലിൽ നോക്കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ആ എടി, നിന്റെ താളത്തിനനുസരിച്ച് ആടാനേ ഞാനൊരു പാവക്കുട്ടിയല്ല. നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്. ഒരു റിട്ടയർഡ് പ്രൊഫസർ കൂടിയാണ് ഞാൻ. അത് ഓർമ്മ വേണം. നിങ്ങൾ പ്രൊഫസറോ പ്രധാനമന്ത്രിയോ ആരെങ്കിലും ആയിക്കോട്ടെ, അതെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണതേ ഞാനാണ്. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കാൻ തൽക്കാലം എനിക്ക് മറ്റൊരാളുടെ സഹായം വേണ്ട. ഓ, അമ്മായിമ്മയും മരുമോളും നമ്മൾ വെടിക്കെട്ട് തുടങ്ങിയ ഒരു സ്വൈര്യം തരില്ല. പെണ്ണുങ്ങളുടെ തുണി അലക്കിക്കൊണ്ട് നടക്കുന്നവൻ നാണമില്ലല്ലോടാ നിനക്ക്. ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. എടാ കെട്ടിയുടെ നിലയ്ക്ക് നിർത്താൻ അറിയണം. എന്തിനു കൊള്ളാടാ നിന്നെയൊക്കെ? അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും തല്ലുകൂടാനായിട്ട് എന്നും ഓരോ വിഷയം കാണുമല്ലോ. ഇന്ന് എന്താണ് ആ വിഷയം? അതെ, നിങ്ങളുടെ അമ്മയ്ക്കേ നാട്ടിലെ ഉത്സവത്തിന് പോണോത്രേ. 5-6 മാസമല്ലേ അല്ല നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട്. ആ എനിക്ക് നാട്ടിൽ പോണം. നാട്ടിലെ ഉത്സവം എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് നാട്ടിൽ പോകണമെങ്കിൽ അമ്മ പൊക്കോട്ടെ. അത് നിനക്കെന്താ പ്രശ്നം? പിന്നെ മാസം മാസം നാട്ടിൽ പോരാനായിട്ട് ഇവിടെ പൈസ എടുത്ത് കെട്ടി വെച്ചേക്കണല്ലേ. നിന്റെ കാശ് എനിക്ക് വേണ്ട. എന്റെ കാശ് കൊണ്ട് പോകാനിരിക്കുന്ന ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്റെ പെൻഷൻ മുഴുവന് ഞാൻ എന്റെ മോനാണ് കൊടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ നാട്ടിൽ പോകാൻ പോണില്ല. ആഹാ, അത്രയ്ക്കായോ? എടാ എനിക്ക് നാളെ നാട്ടിൽ പോകണം. നിനക്ക് ടിക്കറ്റ് എടുത്തു തരാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറയണം. ഞാനേ ദുബായ് പോലീസിനെ വിളിക്കും. അപ്പൊ നിങ്ങൾ വിവരം അറിയും. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ കഷ്ടാണ്. ഞാനാ വിഷമിക്കുന്നത്. ഗാർഹിക പീഡനം വലിയ കേസാണ് ഇവിടെ ദുബായില്. അതും പ്രായമായ അമ്മയെ. നിന്നെ നിലയ്ക്ക് നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ടിക്കറ്റ് എടുത്തേ. അമ്മ നാട്ടിൽ പോക്കോ. ഒന്നും മിണ്ടാതിരിക്കും. എടി, നീ വീട്ടിൽ വരുന്ന പാവപ്പെട്ട ജോലിക്കാരോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറിയാലുണ്ടല്ലോ നീ വിവരം അറിയും. എടി, അമ്മയുടെ അടുത്ത് അധികം കളിക്കാൻ നിൽക്കണ്ട. ഒന്നുമില്ലെങ്കിലേ അമ്മ ഒരു റിട്ടയേർഡ് പ്രൊഫസർ അല്ലേ. അത്യാവശ്യം ലോകപരിചയം അമ്മയ്ക്ക് കാണും. ആ ബോധം നിനക്ക് ഉണ്ടായാൽ കൊള്ളാം.